മലപ്പുറം പൊന്നാനിയിൽ സിപിഐഎമ്മിൽ വീണ്ടും തമ്മിൽ തല്ല്. വെളിയങ്കോട്ടെ സിപിഐഎം പ്രവർത്തകർ എരമംഗലത്തെ പ്രവർത്തകരെ ആക്രമിച്ചെന്നാണ് പരാതി. എരമംഗലം സ്വദേശി ഷബീറിനാണ് പരിക്കേറ്റത്. നേരത്തെ വെളിയങ്കോട് സിപിഎം പ്രവർത്തകർ എരമംഗലത്തെ ഡിവൈഎഫ്ഐ ഓഫീസ് അടിച്ചു തകർത്തിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് സംഭവം? പൊന്നാനിയിൽ സിപിഎമ്മിനകത്ത് ഏറെ നാളുകളായി വിഭാഗീയത നിലനിൽക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് എരമംഗലം മൂക്കുതല ഉത്സവത്തിനിടെ 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പൊന്നാനി എരമംഗലത്തെ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിനോട് ചേർന്നിട്ടുള്ള ഡിവൈ ഓഫീസ് വെളിയങ്കോട്ടെ സിപിഎം പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ 2 വിഭാഗത്തിൽപ്പെട്ട 20ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും എരമംഗലത്തെയും വെളിയങ്കോട്ടെയും സിപിഎം പ്രവർത്തകർ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വെളിയങ്കോട്ടെ സിപിഎം പ്രവർത്തകർ എരമംഗലത്തെ സിപിഎം പ്രവർത്തകനെ ആക്രമിച്ചെന്നാണ് ഇപ്പോഴുള്ള പരാതി. എരമംഗലം സ്വദേശി ഷബീറിനാണ് പരിക്കേറ്റത്. ഇയാൾക്ക് തലയ്ക്കും നട്ടലിനും സാരമായി പരിക്കേറ്റത്. എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിപിഎം പൊന്നാനി ഏരിയ കമ്മിറ്റി പറയുന്നത് ഇത് അവിടെ നടക്കുന്ന 2 പാർട്ടിക്കകത്തെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, ഉത്സവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് സിപിഎം നേതൃത്വം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറെ നാളുകളായി പാർട്ടിക്കകത്ത് സിപിഎമ്മിനകത്തുള്ള വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംഘർഷം നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പൊന്നാനിയിലാണ് സിപിഎമ്മിൽ തമ്മിൽ തല്ല്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.